നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബിഗ് ക്യാച്ച് എന്ന് പറയുന്ന ഈവൻറ്റിനെ പറ്റി പറഞ്ഞു തരാനും അതെങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് സീസൺ പാസിലുള്ള കാറുകൾ എടുക്കാമെന്നതാണ്. സീസൺ പാസിൽ നിങ്ങൾക്ക് 3 ഫ്രീ ആയിട്ടുള്ള കാറുകളുണ്ട്. ഒരു BMW, അത് മാൻസറി, ഒരു കാഡിലാക്ക് മാൻസറി, പിന്നെ വേറൊരു YUZ അങ്ങനെ എന്തൊരു പറയുന്ന ഒരു കാറും. ഇതിന് മൂന്നും ടോട്ടൽ സ്റ്റേറ്റ് പ്രൈസ് വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 50 മില്യൺ, 15 മില്യൺ ടു 18 മില്യൺ അടുത്ത് വാല്യൂ ഉണ്ട്. അത് 1,80,00,000 രൂപ വരെയൊക്കെ ഉണ്ട് സ്റ്റേറ്റിന് കൊടുത്താൽ തന്നെ കിട്ടണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് കറക്റ്റ് വേ ഞാനൊന്ന് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ഒരു ഇതുപോലും വിട്ട് കളയാണ്ട് വീഡിയോ കാണണം. അത് കൂടാതെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടിക്കണം, അത് മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെയാണ് ചൂണ്ടിടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ചൂണ്ട മേടിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ട മേടിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇത് ഫിഷിംഗ് റോഡ് മാത്രമാണ്. ഫിഷിംഗ് റോഡ് നിങ്ങൾ മേടിക്കണം, റീലും നിങ്ങൾ മേടിക്കണം. പിന്നീടുള്ള സാധനമാണ് ഇത് ബെയ്റ്റ്. ദ മെയിൻ തിങ്, നിങ്ങൾക്ക് മെയിനായിട്ട് മേടിക്കേണ്ട കാര്യമാണ് ബെയ്റ്റ്. ഇത് റാങ്ക് കൂടിയത് തന്നെ നിങ്ങൾ മേടിക്കണം. റാങ്ക് കൂടിയത് മേടിക്കുമ്പോൾ നല്ല മീൻ കിട്ടും, XP കൂടിയ മീൻ, മനസ്സിലായോ? അപ്പോൾ ഇത് മേടിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവുക. അങ്ങോട്ട് ഇങ്ങനെ ഓടി പോയിട്ട് ഈ നിൽക്കണ പുള്ളീനെ കണ്ടോ? ഈ നിൽക്കണ പുള്ളീനെ അടുത്ത് ചെല്ലണം. അത് കഴിഞ്ഞിട്ട് പേ ദി ഫീ. ഈ ഒരു സ്ഥലത്ത് നമുക്ക് ചൂണ്ടിടാൻ വേണ്ടി 1 മണിക്കൂറത്തേക്ക് 20,000 കൊടുക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ടാണ് ഈ NPCക്ക് 20,000 കൊടുക്കണം. 20,000 കൊടുക്കണം. നമ്മളിതിപ്പോൾ ഏതൊരു ഈവൻറ്റ് സ്പോട്ടിലായാലും 20,000 കൊടുത്താലേ നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റുള്ളൂ 1 മണിക്കൂറത്തേക്ക്. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒത്തിരി അങ്ങനെ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് നടിക്കണം. സ്റ്റാർട്ട് ഞെക്കി കഴിയുമ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളാണിത്. നിങ്ങൾ എപ്പോഴും ബെയ്റ്റ് കൂടിയ റാങ്ക് ഇടണം, അപ്പോഴേ കൂടിയ മീൻ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആ ഒരു പച്ചയുടെയും മഞ്ഞയുടെ നടുക്ക്, അത് കഴിഞ്ഞിട്ട് ഇത് വഞ്ഞ വഴി വെക്കണം. ഈ മീറ്ററില്ലേ റൈറ്റ് സൈഡിൽ കാണിക്കണേ, അത് കൂടുന്തോറും മീനിൻ്റെ വാല്യൂ കൂടും. വലിയ മീനാണെങ്കിൽ ദൂരം പോവും, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പച്ച സാധനം കണ്ടോ, ഈ പച്ച ഈ മീനിൻ്റെ മേളിൽ തന്നെ നമ്മൾ വെക്കണം. അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂവ്മെൻറ്റ് ബട്ടൺ തന്നാണ്. പച്ചയുടെ മൂവ്മെൻറ്റ് ബട്ടൺ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നീക്കി മീനിൻ്റെ പോലെ തന്നെ മീനിൻ്റെ മേളിൽ ഇങ്ങനെ ഞാൻ ചെയ്യണ പോലെ വെക്കണം. അങ്ങനെ വയ്ക്കുമ്പോൾ മീൻ നമ്മൾ ചൂണ്ടയിൽ റിവീൽ ചെയ്ത് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ മീറ്റർ കുറഞ്ഞ് വരുന്നുണ്ട്. അതിനർത്ഥം മീൻ അടുത്തിട്ട് വരുവാണെന്നാണ്. അപ്പോൾ ഇങ്ങനെ മീനെ കിട്ടി, കണ്ടോ? അപ്പോൾ നമുക്ക് നെൽമ എന്ന് പറഞ്ഞ മീനെ കിട്ടി. ഈ മീനെ ഞാൻ റിലീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ 2 സ്കിൽ പോയിൻറ്റിൻ്റെ ഒപ്പം തന്നെ 1 സ്കിൽ പോയിൻറ്റ് കൂടി കൂടുതൽ കിട്ടും. നിങ്ങൾക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ കാണാം റിലീസ് +1 N. ഈ N എന്ന് പറയുന്നതാണ് സ്കിൽ പോയിൻറ്റ്. ഇപ്പം ഞാൻ റിലീസ് ചെയ്യുകയാണ്. ഇപ്പം എനിക്ക് സൂപ്പർ ക്രാഷായി. ഇപ്പം ഞാൻ റിലീസ് ചെയ്ത് എനിക്ക് 3 പോയിൻ്റ് കിട്ടി. ഓക്കെ, അതവിടെ കഴിഞ്ഞു ആ ഫിഷിങ്. ഇനി നമുക്കുള്ളത് ഞാൻ ഇനി അങ്ങോട്ട് പോയി കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് ഇവിടെ തന്നെ, അതായത് ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ ഒരു അൺലോക്ക് എന്നുള്ളത്, അവിടെ തന്നെ നിങ്ങൾക്ക് ചൂണ്ടയിട്ട് കിട്ടിയ മീനെയൊക്കെ വിൽക്കാനും പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഈ ഈവൻ്റ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം. ഇപ്പം ഞാൻ പറഞ്ഞു തന്നല്ലോ ചൂണ്ടിട്ട് മീൻ പിടിക്കാൻ എങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഈ ചൂണ്ടയിട്ട് കിട്ടുമ്പോൾ നല്ല നല്ല സ്പോട്ടുകൾ ചൂണ്ടയിടാനുള്ള ഫിഷ് ആക്ടിവിറ്റി കൂടെയുള്ള സ്പോട്ട്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് ബിഗ് ഇവൻ്റ് എന്നുള്ള ഈവൻ്റ് എടുത്തു. അത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ താഴെ ഫിഷിംഗ് ലൊക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് ഫിഷർമാൻ വില്ലേജിൽ മാത്രമേ ഉള്ളൂ മറ്റേ ഈ കാണുന്ന ഷോപ്പ്, നമുക്ക് സാധനങ്ങൾ വിൽക്കാനും ചൂണ്ട മേടിക്കാനുള്ള ഷോപ്പ് ഫിഷർമാൻ വില്ലേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ലേക്ക് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു കുളമില്ലേ, ആ ഒരു ലേക്ക്, അതിനകത്ത് നല്ല മീൻ കിട്ടും, നല്ല റാങ്ക് കൂടിയ മീൻ കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു 4 തൊട്ട് മേളിലേക്കുള്ള ലെവലായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി ചൂണ്ടിടുക. പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ടെലിപ്പോർട്ട് അടിക്കാൻ പറ്റും. ഈ ഈവൻറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ടെലിപ്പോർട്ട് അടിക്കാനുള്ളൊരു ഓപ്ഷനാണ് ഈ മൂവ് എന്നുള്ളൊരു ഓപ്ഷൻ. അതിൽ ഞെക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ 5,000 കൊടുത്താൽ നിങ്ങൾ അങ്ങോട്ട് ടെലിപ്പോർട്ടാവും. പക്ഷേ അതിന് മുമ്പ് ടെലിപ്പോർട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രീൻ സോണിൻ്റെ അകത്തായിരിക്കണം.
അന്നേ മാത്രമേ ടെലിപ്പോർട്ട് ആവത്തുള്ളൂ. പിന്നെ ഉള്ളതാണ് ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഉള്ളത്. ഇതിനകത്ത് 3 തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂണ്ടിടുമ്പോൾ ട്രാഷ് കിട്ടും, അതിനാണ് ട്രാഷ് എന്ന് കൊടുക്കുന്നത്. നിങ്ങൾ ചൂണ്ടിട്ട് നിങ്ങൾ പിടിക്കുന്ന മീനുകളിൽ മൊത്തം ഈ ഫിഷ് എന്നുള്ള ഓപ്ഷൻ വരും. പിന്നെ നിങ്ങൾക്ക് എക്യുപ്മെൻറ്റ് മൊത്തം നിങ്ങൾ ഇവിടെ കണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, അത് തന്നെ. പിന്നെ ഓർഡേഴ്സ് നിങ്ങൾ ഒട്ടും മൈൻഡ് ചെയ്യണ്ട. ബിക്കോസ് നിങ്ങൾക്ക് ഫിഷ് ചെയ്ത് കിട്ടുന്നതിനൊക്കെ കൂടുതലൊന്നും ഇതിനകത്ത് കിട്ടത്തില്ല. ആകെ കിട്ടുന്ന കുറച്ച് പൈസ. ആ ഒരു പൈസയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഞാനൊട്ടും പ്രിഫർ ചെയ്യാനുള്ള. പിന്നെ ഞാനിങ്ങനെ ചെയ്ത് നേടിയതാണ് ഈ കാണുന്നത്. എനിക്ക് BMW കിട്ടി. BMW മാൻസർ ഇതെനിക്ക് കിട്ടി. ഇന്നെനിക്ക് കിട്ടിയുള്ളൂ, ഇന്ന് വൈകിട്ട്. അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങൾ മാക്സിമം ഇത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാനത് എന്തായാലും ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മാക്സിമം നിങ്ങളെല്ലാവരും ഈവൻറ്റ് നല്ല രീതിയിൽ കളിക്കുക. അതുകൂടാതെ നിങ്ങൾ റാങ്ക് ഫോക്കസ് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനുള്ളൊരു മെൻ്റൽ ടെക്നിക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാൻ പോണത്. നിങ്ങളെപ്പോഴും ഇതിനകത്ത് റാങ്ക് കൂട്ടാൻ മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് നിങ്ങളുടെ റാങ്ക് ഞാനത് കാണിച്ചെന്നില്ല അല്ലേ, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ സ്കില്ലെന്ന് പറയുന്ന സംഭവം കണ്ടോ, അതിൻ്റെ റാങ്ക് കണ്ടോ, റാങ്ക് 7. ഈ റാങ്ക് കൂട്ടാൻ മാക്സിമം നിങ്ങൾ നോക്കുക. കാരണം റാങ്ക് കൂടുന്തോറും നിങ്ങളുടെ സ്കില്ല് കൂടുമ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അച്ചീവ് ആവും. അതായത് ചൂണ്ട പുതിയത് മേടിക്കാൻ പറ്റും, റോഡ് ആൻഡ് റീല്. പിന്നെ ബെയ്റ്റ് പുതിയത് മേടിക്കാൻ പറ്റും. ബെയ്റ്റൊക്കെ പുതിയത് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല മീനെ പിടിക്കാൻ പറ്റും. അതായത് നിങ്ങൾ നല്ല പോയിൻ്റുള്ള മീനൊക്കെ കിട്ടും. ഒറ്റ ഫിഷിങ്ങിൽ തന്നെ 10, 14, 16 സ്കിൽ പോയിൻ്റൊക്കെ കയറും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പോയിൻ്റ് കിട്ടി പെട്ടെന്ന് കേസസ് മൊത്തം അൺലോക്ക് ചെയ്യാൻ പറ്റും, സീസൺ പാസ് മൊത്തം. അങ്ങനെയാണ് ഞാനൊക്കെ ഇത് അൺലോക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒത്തിരി ഗ്രൈൻഡിങ് ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് അങ്ങനെ ഒരു റാങ്ക് കൂട്ടാൻ വേണ്ടിയുള്ള ഫോക്കസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കത്തില്ല. ആൻഡ് ഈ ഒരു ഈവൻറ്റ് മെയിൻലി നല്ല ചൂണ്ടിടാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമായിട്ടാണ് വച്ചാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ ബോറടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് മീനെ സെല്ലാക്കണമെന്നാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടയുടെ റോഡ് മേടിക്കാം, റീല് മേടിക്കാം, ബെയ്റ്റ് മേടിക്കാം. ഇപ്പം എനിക്ക് ലെവൽ 7 വരെ എത്തി. അപ്പോൾ എനിക്ക് ഇത്രയും ബെയ്റ്റൊക്കെ എത്തി, ഇത് കണ്ടോ. അതുകൂടാതെ ഇവിടെ ഈ വല മേടിക്കാൻ ഞാൻ ഒട്ടും പ്രിഫർ ചെയ്തില്ലേ, ബിക്കോസ് GC കൊടുക്കണം. പിന്നെ ഇവിടെയാണ് നിങ്ങൾ കണ്ടല്ലോ മീനെയൊക്കെ സെല്ല് ചെയ്യണത്. മീനെ സെല്ല് ചെയ്യാം, നിങ്ങൾ ട്രാഷ് സെല്ല് ചെയ്യാം, എല്ലാം സെല്ല് ചെയ്യണം. ഇവിടെയാണ് കണ്ടോ, അരാപ്പയുമേ കൊണ്ടുവരാവേ മുതലേക്ക് അലിഗേറ്റർ കാറാണല്ലേ മറപ്പി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തരാനുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. കണ്ടിരിക്കുന്ന എല്ലാവരും മാക്സിമം സബ് അടിക്കുക ഗൈസ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ തന്നെ എല്ലാവർക്കും ബൈ. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരാം.